എന്തായാലും സർവകലാശാലയിൽ ഇടത് അനുകൂല സംഘടനാ പ്രതികളെ ഉൾപ്പെടുത്തി നടത്താൻ നിശ്ചയിച്ചിരുന്ന യോഗം PC ഇടപെട്ട് തടഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിശദവിവരങ്ങളാണ് ടിൻറ്റു നൽകിയത്. ഒപ്പം ജോൺ പിട്ടാസ് എംപിയുടെ പ്രതികരണമാണ് കണ്ടത്. മറ്റു വാർത്തകൾ നോക്കിയാൽ മാസപ്പടി കേസിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കി CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാറാണ് രേഖകൾ ഹാജരാക്കിയത്. അതേസമയം മുൻ ക്യാഷ്യർ വാസുദേവനും ഇന്ന് ഹാജരാകുന്നുണ്ട്. രണ്ടുപേരെയും ഇന്നലെയും ചോദ്യം ചെയ്ത വിവരങ്ങളുമായി രജീഷ് കനാഗരൻ ചെയ്തു. രജീഷ്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്സാലോജിക്കുമായി എന്താ ബന്ധം, അല്ലെങ്കിൽ അവർ നൽകിയ സോഫ്റ്റ്വെയർ എന്താണ്, അതിനെന്തൊക്കെ സേവനം നൽകിയെന്ന കാര്യത്തിലൊന്നും ഉദ്യോഗസ്ഥർക്ക് കാര്യമായ മറുപടി പറയാനില്ല, ഈ ജീവനക്കാർക്ക് കാര്യമായ മറുപടി പറയാനില്ല. എന്നാൽ സാമ്പത്തിക ഇടപാട് എത്തരത്തിലാണ് നടന്നെന്ന കാര്യത്തിലാണ് കൂടുതൽ വിവരങ്ങൾ വേണ്ടത്. ആ കാര്യത്തിലാവും കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നല്ലേ രജീഷ്? സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് CMRലും എക്സലോജിക്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടി തന്നെയാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. നിലവിൽ ഏതാനും രേഖകൾ സുരേഷ് കുമാർ അല്പസമയം മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഇതുവരെയും CMRL തയ്യാറായിട്ടില്ല. ഇതിന് അവർ നൽകിയിരിക്കുന്ന മറുപടി, കോടതിയിൽ അടക്കം നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കുന്നത് ഇത് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളാണ്, രേഖകളാണ്. എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കരാർ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആദായ നികുതി വകുപ്പിലെ വകുപ്പുകൾ പ്രകാരം അതിൽ രഹസ്യ സ്വഭാവമുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് നൽകിയ രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാൻ തങ്ങൾക്ക് നിയമപരമായ ബാധ്യതയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിർണായക രേഖകളിൽ കൈമാറുന്നതിൽ നിന്ന് CMRL മാറി നിൽക്കുന്നത്. ഏതാനും രേഖകൾ മാത്രമാണ്. കാരണം നേരത്തെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത് ഈ പരസ്പരം പണം കൈമാറിയതിന്റെ രേഖകൾ, അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം, വൗച്ചറുകൾ അടക്കമായിരുന്നു ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ CMRL ഹാജരാക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുടർ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥരെ, CMRലുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഈ ഒരു ഘട്ടത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ MD, CMRലിന്റെ MD ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്, ഏറ്റവും പ്രധാനമാണ്. അത് നീട്ടിക്കൊണ്ടുപോകാനാണ് ശശിധരൻ കർത്ത ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 24 മണിക്കൂർ നീണ്ട മൊഴിയെടുത്തപ്പോൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെയും IT ഓഫീസറുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അവരെല്ലാം വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ചീഫ് മാനേജറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും അടക്കം നൽകിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉടമയുടെ തന്നെ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറുടെ തന്നെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്ന് കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരോട് തന്നെ ഇന്നും ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരുന്നു. എന്നാൽ അവർ ഈ ഒരു അന്വേഷണത്തിന് മുന്നിൽ ഇപ്പോൾ ഹാജരായിട്ടില്ല. മാത്രമല്ല കൂടുതൽ നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് അത്തരം നിയമ നീക്കങ്ങളിലേക്ക് തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ CMRൽ കടക്കുകയും ചെയ്യുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം എക്സലോജിക്കിലേക്ക് കടക്കേണ്ടതുണ്ട്, വീണാ വിജയനിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. പ്രധാനമായും എക്സലോജിക്കിന്റെ ഉടമ എന്ന നിലയിൽ വീണാ വിജയന് തന്നെ സമൻസ് നൽകിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യൽ അല്പമുള്ള അടക്കം നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ചെന്നൈ റീജിയൻ തന്നെ നേരിട്ട് അന്വേഷണം ഏറ്റെടുക്കുകയും ചെന്നൈ റീജിയന്റെ സ്പെഷ്യൽ ഓഫീസർ തന്നെ നേരിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട്, കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അന്വേഷണ മേൽനോട്ടവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് CMRലിന് നൽകിയിട്ടുള്ള 1,72,00,000 രൂപ IT സേവനങ്ങളുടെ മറവിൽ, IT സേവനങ്ങൾ നൽകി എന്നതിന്റെ പേരിൽ അവിടെയാണ് ഈ IT ഓഫീസർ നൽകിയ മൊഴി ഏറ്റവും നിർണായകമാകുന്നത്. IT ഓഫീസർ നൽകിയ മൊഴികളിൽ ഏതെങ്കിലും സേവനങ്ങൾ സ്വീകരിച്ച ശേഷം പണം കൈമാറി എന്ന് പറയുന്നില്ല, മറിച്ച് ചില കരാറുകളുടെ ഭാഗമായി അല്ലെങ്കിൽ സ്ഥിരമായി 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചില കരാറുകളുടെ ഭാഗമായിട്ടാണ് ഈ പണം കൈമാറ്റം ഉണ്ടായത്. പിന്നീട് ആ കരാറുകൾ പുതുക്കി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് IT ഓഫീസർ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ ഇതിലെ പുറത്തു വന്നത് ഈ പണം നൽകിയതല്ലാതെ എക്സലോജിക്കിൽ നിന്ന് പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും ഈ കാലയളവിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ സൂചിപ്പിച്ച പോലെ തന്നെ സേവനങ്ങൾ ലഭ്യമാകുമെന്നൊരു ഉറപ്പിൽ പണം നൽകി എന്നത് മാത്രമാണല്ലേ?
ഏതെങ്കിലും സേവനങ്ങൾ നൽകി അത് തന്നെയായിരുന്നു ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് അടക്കം നേരത്തെ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നതും ഈ സേവനങ്ങളൊന്നും നൽകാതെ പണം നൽകി. അങ്ങനെയെങ്കിൽ അത് എന്തിന് ആ പണം നൽകി? അവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ? CMRലെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി എക്സലോജിക്കിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അന്യായമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ പണം ഇത്തരത്തിൽ കൈമാറിയത് എന്നത് തന്നെയായിരുന്നു നേരത്തെ സെറ്റിൽമെന്റ് ബോർഡ് ആദായനികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിനും തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ സംശയങ്ങൾ എന്ന് പറയുന്നതും അത് സംബന്ധിച്ച് തന്നെയായിരുന്നു അവരും അന്വേഷണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ CMRന്റെ 135 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കണക്കുകളിൽ ഒന്നും തന്നെ കാണിക്കാതെ ഉള്ള അല്ലെങ്കിൽ അക്കൗണ്ട്സ് വിഭാഗത്തിന്റെ നേരിട്ട് അല്ലെങ്കിൽ അവർ ഹാജരാക്കേണ്ട ആദായ നികുതി വകുപ്പിന് നൽകേണ്ട രേഖകളിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്താതെയായിരുന്നു 135 കോടി രൂപ ഈ CMRൽ നിന്ന് മാറിയിരിക്കുന്നത്. ആ പണം ആർക്കെല്ലാം പോയി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. അതും ഈ ഒരു തുടർചോദ്യം ചെയ്യലുകളുടെ ഏറ്റവും പ്രധാനമാണ്. ഒപ്പം തന്നെയാണ് 78 ലക്ഷം രൂപ CMRലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ വീണ വിജയന്റെ കമ്പനിക്ക് കടമായി നൽകിയത്. ആ കടം തിരിച്ചു ലഭിച്ചില്ല എന്ന് മാത്രമല്ല അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളൊന്നും എംപവർ ഇന്ത്യ നടത്തിയിട്ടുമില്ല. അതായത് വെറുതെ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ സംഭാവന കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീന കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്നത് പോലെയോ ആയിരുന്നു ആ പണം നൽകിയത് എന്നത് സംബന്ധിച്ചും വ്യക്തമാകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ കൂടി പുറത്തു വരുമ്പോഴാണ് കൂടുതൽ CMRൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്തത് അടക്കം അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാത്തത് അടക്കമുള്ള വിവരങ്ങൾ കോടതിയെയും അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബോധിപ്പിക്കും. ആവർത്തിച്ച് സമൻസ് നൽകിയിട്ടും രോഗബാധ ഒപ്പം തന്നെ അസുഖബാധിതരാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് അടക്കമുള്ള വിവരങ്ങളും അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിക്കും. അത് കാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തുടർന്ന് ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിന് ഒപ്പം തന്നെയാണ് അവലോകന യോഗങ്ങൾ അടക്കം എല്ലാ ദിവസവും വിളിച്ചുയർത്തുകൊണ്ട് ഈ കേസിൽ ഏറ്റവും ശക്തമായ നീക്കങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് വീണ വിജയന് ഉടൻ സമൻസ് നൽകുക എന്നത് തന്നെയാണ്. കാരണം ഈ പണം നൽകിയിട്ടുള്ള CMRനെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പണം സ്വീകരിച്ച കമ്പനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ്. അവരിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ അതുപോലെ തന്നെ പ്രധാനമാണ്. കാരണം സേവനങ്ങളൊന്നും നൽകിയില്ല എന്ന് CMRൽ പറയുമ്പോൾ എന്ത് സേവനമാണ് നൽകിയത് എന്ന് പറയാനുള്ള ബാധ്യസ്ഥത അല്ലെങ്കിൽ അത്തരത്തിൽ ബാധ്യസ്ഥരായിരിക്കുകയാണ് എക്സലോജിക് കമ്പനി. അതുകൊണ്ട് തന്നെ വീണ വിജയൻ സ്വാഭാവികമായും ഇതിന് കൃത്യമായി തന്നെ മറുപടി നൽകേണ്ടി വരും. ഈ രണ്ട് കമ്പനികളും നിലവിൽ എക്സലോജിക് കമ്പനി താൽക്കാലികമായി പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അപേക്ഷ നൽകിക്കൊണ്ടാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് 78 ലക്ഷം രൂപ എക്സലോജിക്കിന് നൽകിയിട്ടുള്ള എംപവർ ഇന്ത്യയും സംശയകരമായ സാഹചര്യത്തിൽ അറിയേണ്ടത് എക്സലോജിക്കിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എപ്പോഴാണ് അന്വേഷണ സംഘം എത്തുക, ED എത്തുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത വേണ്ടത്. എന്തായാലും പണം വാങ്ങിയ ആൾക്ക് അടുത്തേക്ക് പണം കൊടുത്ത ആളുടേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഇനി പണം വാങ്ങിയ ആൾ അതെന്തിനു വാങ്ങി എന്ന കാര്യം കൂടി പറയണം. ആ കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷിക്കുന്നതുകൊണ്ട് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിവരമാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.